ഈ പുസ്തകം തുറന്നവർ മരണപ്പെട്ട ആത്മാക്കളെ കണ്ടു എന്നാണ് കഥ. പണ്ടുകാലത്ത് ഒരു തീരഗ്രാമത്തിൽ പെട്ടെന്നൊരു കൊടുങ്കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് ആഞ്ഞു വീശി. കടൽ തിരമാലകളിൽ ആ കരയിലേക്ക് ഒഴുകിയെത്തിയവയുടെ കൂട്ടത്തിൽ തൊലി കട്ടിയുള്ള ഒരു പുസ്തകവും ഉണ്ടായിരുന്നു. കരയിലുള്ളവർ ആരൊക്കെയോ ആ പുസ്തകം തുറന്നു നോക്കി. എന്നാൽ അവരെല്ലാവരും മരണപ്പെട്ടവരുടെ ആത്മാവിനെ കണ്ടു എന്ന് പറയപ്പെടുന്നു. ആ വീടുകളെല്ലാം കടലിന്റെ നനവിലും ഉപ്പിന്റെ ഗന്ധത്തിലും മുങ്ങിപ്പോയി. അർദ്ധരാത്രിയിൽ ആ പുസ്തകം താനെ തുറന്ന് അതിൽ നിന്നും മന്ത്രങ്ങൾ മുഴങ്ങുന്നു എന്ന് പറയപ്പെടുന്നു. ആ മാന്ത്രിക പുസ്തകത്തിനൊരു കഥയുണ്ട്. പണ്ടുകാലത്ത് കടലിനടുത്തൊരു ആശ്രമത്തിൽ ഒരു താന്ത്രികൻ തന്റെ ആത്മാവിനെ സ്വയം അടച്ചു വെക്കാനൊരു പുസ്തകം നിർമ്മിച്ചു. അതിൽ മരണത്തിന് ശേഷവും ആത്മാക്കളെ വിളിച്ച് നിയന്ത്രിക്കാനുള്ള മന്ത്രങ്ങൾ അതിൽ എഴുതി സൂക്ഷിക്കാൻ തുടങ്ങി. അമാവാസിയിലെ രാത്രികളിൽ ചെറിയ കുട്ടികളെ ജീവനോടെ കൊലപ്പെടുത്തി അവരുടെ രക്തം കൊണ്ട് ആ പുസ്തകത്തിലെ ഓരോ താളും എഴുതി തീർത്തു. ഒടുവിൽ അവന്റെ മരണശേഷം ആ ആശ്രമവും സ്ഥലങ്ങളും കടലെടുത്തു. എന്നാൽ ആ പുസ്തകത്തെ കടൽ സ്വീകരിച്ചില്ല. ഓരോ വർഷം തോറും കൊടുങ്കാറ്റിലും പേമാരിയിലും കടൽ ആ പുസ്തകത്തെ കരയിലേക്ക് തന്നെ തള്ളി തുടങ്ങി. ആ പുസ്തകം ആര് തുറന്നാലും അവയിൽ മരിച്ചവരുടെ ആത്മാക്കളെ കാണാമെന്നും പുസ്തകം അടയ്ക്കാനുള്ള ശ്രമം സാധ്യമല്ല എന്നും പുസ്തകം തുറന്നവർക്കെല്ലാം ദുർമരണം സംഭവിക്കുമെന്നും കഥകളുണ്ട്. ഇന്നും ആ പുസ്തകത്തിന്റെ കട്ടിയുള്ള പുറം ചട്ടയിൽ രക്തത്തിന്റെ മണവും കടൽ വെള്ളത്തിന്റെ ഉപ്പിന്റെ നനവും ചേർന്നിരിക്കുന്നു. അടുത്തൊരു പേമാരിയെയും കൊടുങ്കാറ്റിനെയും കാത്ത് ആ പുസ്തകം കടലിൽ ഒഴുകി നടക്കുന്നു.